നമസ്കാരം. ബീഹാറും ജമ്മു കാശ്മീരും ദേശീയ രാഷ്ട്രീയത്തിൽ കത്തി നിൽക്കുകയാണ്. മുങ്കർ വിഷയവും തെരഞ്ഞെടുപ്പുമാണ് ബീഹാറിനെ സജീവമാക്കുന്നതെങ്കിൽ മെഹബൂബ മുഫ്തിയും ഗുപ്കർ സഖ്യവുമാണ് ജമ്മു കാശ്മീരിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് വരാം. സ്വാഗതം ന്യൂസ് 18 ഇന്ത്യയിലേക്ക്. ബീഹാറിലെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കെന്നും വർഗീയ ചേരിതിരിവുകളുടെ മുഖമുണ്ടായിരുന്നു. മണ്ഡൽ കമണ്ഡൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ രാഷ്ട്രീയ നീക്കം വീണ്ടും സജീവമാവുകയാണ്. പിന്നാക്കക്കാരെയും മുന്നാക്കക്കാരെയും ഒപ്പം കൂട്ടി BJP-യാണ് ആ നീക്കത്തിന് തുടക്കമിട്ടത്. നിതീഷ് കുമാർ എന്ന പിന്നാക്ക വിഭാഗക്കാരുടെ മുഖത്തെ നരേന്ദ്രമോദിയെ ഉപയോഗിച്ച് നേരിടുകയാണ് ആ തന്ത്രം. എതിർവശത്ത് ലാലു പ്രസാദ് എന്ന അതികായന്റെ കുറവ് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് തേജസ്വി യാദവ്. ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും ബീഹാറിലും രാഷ്ട്രീയ പോരാട്ടമെന്നും സവർണരും അവർണരും തമ്മിലുള്ള മത്സരമാണ്. പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് വ്യക്തമാകാത്ത രീതിയിൽ ഇതേ വേർതിരിവ് ഇന്നും ഇവിടെ നിലനിന്നു പോരുന്നു. വർഗീയ ചേരിതിരിവുകളെ മുതലെടുത്താണ് രാഷ്ട്രീയ പാർട്ടികളും നിലനിൽക്കുന്നത്. 1989-ൽ VP സിംഗ് സർക്കാർ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ തീരുമാനിച്ചതോടെയാണ് മണ്ഡൽ കമണ്ഡൽ എന്ന പേരിൽ ഈ രാഷ്ട്രീയ നീക്കം അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നാക്ക സമുദായങ്ങളെയാണ് മണ്ഡൽ എന്ന് സൂചിപ്പിക്കുന്നതെങ്കിൽ കമണ്ഡലു പിടിക്കുന്നവർ, അതായത് ബ്രാഹ്മണർ അടങ്ങുന്ന സവർണ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് കമണ്ഡൽ പ്രയോഗം. വിശദീകരണം എന്തൊക്കെയായാലും മണ്ഡൽ കമണ്ഡൽ പോരാട്ടം ഇന്നും സജീവമാണ്. ബീഹാറിൽ ഇന്നതിന് പുതിയൊരു മുഖം കൈവന്നു. മത്സരരംഗത്തുള്ള പാർട്ടികളുടെ മുഖങ്ങളിലേറെയും OBC-ക്കാരാണ്. അത് നിതീഷ് കുമാർ ആകട്ടെ, ലാലു പ്രസാദ് യാദവിന്റെ മകനായ തേജസ്വി യാദവ് ആകട്ടെ. ചിരാഗ് പാസ്വാൻ ദളിത് വിഭാഗത്തിന്റെ പ്രതിനിധിയാണ്. കമണ്ഡലുകളെ പ്രതിനിധാനം ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥ. ഇതിന് BJP-യാണ് ഉത്തരം. സവർണർക്കൊപ്പം എന്നും നിന്നിട്ടുള്ള BJP-ക്ക് ഇത് ഉറച്ച വോട്ട് ബാങ്കാണ്. അപ്പോൾ വോട്ട് ലഭിക്കാത്തത് പിന്നാക്ക സമുദായങ്ങളിൽ നിന്നാണ്. ഇതിനുള്ള മറുപടിയായിരുന്നു OBC വിഭാഗത്തിൽ നിന്നുള്ള നേതാവായ നിതീഷ് കുമാർ. BJP ഉൾപ്പെടുന്ന NDയുടെ മുഖം JDUവിന്റെ നിതീഷ് കുമാറാണ്. ആ പിന്നാക്ക സമുദായ വോട്ട് ബാങ്കിൽ കണ്ണും നട്ടാണ് ഇപ്പോൾ BJP ഇരിക്കുന്നത്. ആ വോട്ട് ഭിന്നിപ്പിക്കാനുള്ള BJP-യുടെ തുറുപ്പുചീട്ടാണ് ചിരാഗ് പാസ്വാൻ. നിതീഷ് കുമാറിന്റെ പിന്നാക്കക്കാരുടെ നേതാവെന്ന മുഖത്തെ OBC വിഭാഗത്തിൽ നിന്നുള്ള നേതാവായ നരേന്ദ്രമോദിയെ ഉപയോഗിച്ച് മറികടക്കാനും BJP ലക്ഷ്യമിടുന്നു. അതായത് JDUവിന്റെ വോട്ട് ശതമാനം കുറയ്ക്കുക. ബീഹാറിൽ ഈ നീക്കം ഫലം കാണുമോ? സവർണരുടെ വോട്ടും ഭിന്നിച്ചുപോയ പിന്നാക്ക സമുദായങ്ങളിലെ വോട്ടിന്റെ ഒരു വിഹിതവും LJP-ക്ക് കിട്ടുന്ന വോട്ടും കൂടിയാകുമ്പോൾ മുന്നണിയിലെ വലിയ കക്ഷിയായ JDUവിനെ പിടിച്ചുകെട്ടാനാകുമെന്ന കണക്കുകൂട്ടലാണ് BJP-ക്ക് ബീഹാറിലുള്ളത്. ഈ കണക്കുകൾ വെച്ചുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നതും. എതിർചേരിയിലാകട്ടെ തേജസ്വിക്ക് ലക്ഷ്യങ്ങൾ നിരവധിയാണ്. അച്ഛൻ ലാലു പ്രസാദ് യാദവിന്റെ മോശം പ്രതിച്ഛായ മാറ്റിയെടുക്കുക, ഒപ്പം ലാലുവിന്റെ നിഴലിൽ നിന്ന് മാറി പാർട്ടിക്കുള്ളിലും ബീഹാർ രാഷ്ട്രീയത്തിലും തന്റേതായ ഒരിടം സൃഷ്ടിക്കുക. ഇത് രണ്ടും നേടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് ഫലം വരും മുൻപേ തേജസ്വിക്ക് സാധിച്ചു. ठीक है, 15 साल हम लोग सत्ता में रहे, लेकिन हम सरकार में नहीं थे, हम तो छोटे थे, लेकिन फिर भी हमारी सरकार रही।
लेकिन इससे कोई इनकार नहीं कर सकता कि लालू जी ने सामाजिक न्याय नहीं किया। लालू जी ने सामाजिक न्याय किया। वो दौर अलग दौर था। ठीक है, 15 साल में हमसे कोई कमी या भूल होगी तो हम उसके लिए माफी भी मांगते हैं। വീട്ടിലും പാർട്ടിയിലും വിമതസ്വരമായിരുന്ന തേജ് പ്രതാപ് ഇന്ന് തേജസ്വിയുടെ നേതൃത്വം അംഗീകരിച്ചു കഴിഞ്ഞു. ഒപ്പം മഹാഗഡ്ബന്ധൻ എന്ന സഖ്യരൂപീകരണം നടന്നതും തേജസ്വിയുടെ നേതൃത്വത്തിലാണ്. CPML ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികളെ ഒപ്പം കൂട്ടാനുള്ള നീക്കം രാഷ്ട്രീയ പക്വത തെളിയിക്കുകയും ചെയ്യുന്നു. ലാലു പ്രസാദ് എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ അസാന്നിധ്യത്തെ മറികടന്ന് ആൾക്കൂട്ടങ്ങളെ കയ്യിലെടുത്ത് മുന്നേറുകയാണ് തേജസ്വി. മണ്ഡൽ കമണ്ഡൽ നീക്കത്തെ 24% വരുന്ന യുവ വോട്ടർമാരെ സ്വാധീനിച്ച് മറികടക്കുക എന്നതാണ് ഇവിടെ RJDയും കോൺഗ്രസും പ്രയോഗിക്കുന്ന തന്ത്രം. ഇതിൽ ആരുടെ തന്ത്രം വിജയിച്ചു എന്നറിയാൻ വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടി വരും. നേതാക്കളെയെല്ലാം വീട്ടുതലങ്ങളിൽ നിന്ന് മോചിപ്പിച്ചതോടെ ജമ്മു കാശ്മീരിൽ രാഷ്ട്രീയം വീണ്ടും സജീവമാവുകയാണ്. ഇപ്രാവശ്യം വിവാദ പ്രസ്താവനയിലൂടെ മെഹബൂബ മുഫ്തിയാണ് രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെതിരെ നടത്തിയ പരാമർശം പുതിയ തലങ്ങളിലേക്ക് എത്തുകയാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കി ഒരു വർഷം പിന്നിടുമ്പോഴും ജമ്മു കശ്മീർ പൂർവ്വസ്ഥിതിയിലേക്ക് ഇനിയും മടങ്ങിയിട്ടില്ല. വീട്ടുതടങ്കലിലായിരുന്ന പ്രതിപക്ഷ നേതാക്കളെ ഓരോരുത്തരായി സ്വതന്ത്രരാക്കിയതോടെ രാഷ്ട്രീയ വാക്പോര് മൂർച്ഛിച്ചിരിക്കുകയാണ്. ഇതിൽ ശ്രദ്ധേയ നീക്കം നടത്തിയത് ഏറ്റവും ഒടുവിൽ മോചിതയായ മെഹബൂബ മുഫ്തിയാണ്. മെഹബൂബ മോചിതയായതോടെ 2019 ഓഗസ്റ്റിൽ തുടക്കമിട്ട ഗുപ്കർ സഖ്യം യാഥാർത്ഥ്യമായി. ഇതോടെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങാൻ പ്രതിപക്ഷ സഖ്യമൊരുങ്ങി. പക്ഷേ മെഹബൂബയുടെ നീക്കങ്ങൾ അവിടെ അവസാനിച്ചില്ല. കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ കടന്നാക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മെഹബൂബ നടത്തിയത്. देखो झंडा तो मेरा ही झंडा तो ये है, सामने मैंने रखा है. जिस वक्त हमारा ये झंडा वापस आएगा हम उस झंडे को भी उठा लेंगे, मगर जब तक हमारा अपना झंडा डाकुओं ने डाके में ले लिया है तब तक हम किसी और झंडे को हाथ में नहीं उठाएंगे. महबूबा मुफ्ती हाय हाय, महबूबा मुफ्ती हाय हाय, मुफ्ती होश में, मुफ्ती होश में. ഗുപ്കർ സഖ്യ രൂപീകരണത്തെ ദേശീയതയിലൂന്നി നേരിടാൻ BJPക്ക് കിട്ടിയ അവസരമായി മെഹബൂബയുടെ പ്രതികരണം മാറി. PDPയും നാഷണൽ കോൺഫറൻസും എല്ലാം ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ BJP നടത്തുന്നത്. Jammu and Kashmir is an integral part of India and no power on earth can separate Jammu Kashmir from India, and being a part of India, only tricolor, our national flag Tiranga, shall always be hosted in Jammu and Kashmir. No other flag shall be allowed to host it in Jammu and Kashmir. വരും ദിവസങ്ങളിൽ BJPയുടെ നീക്കം ഫലം കാണുമോ എന്ന് കാത്തിരുന്നു കാണാം. മെഹബൂബയ്ക്കാകട്ടെ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാതെ എങ്ങനെ ഈ വിവാദത്തെ മറികടക്കാമെന്നതാണ് മുന്നിലുള്ള പ്രധാന കടമ്പ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഉത്തരേന്ത്യയിൽ വർദ്ധിച്ചു വരികയാണ്. ഹരിയാനയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ വെടിവെച്ചു കൊന്ന സംഭവത്തിന് രാഷ്ട്രീയ മാനങ്ങൾ കൂടി കൈവന്നിരിക്കുന്നു.
കോളേജ് വിദ്യാർത്ഥിനിയുടെ കൊലപാതകമാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്ന ചർച്ച വീണ്ടും ഉയർത്തിവിട്ടത്. ഹാഥ്രസ് സംഭവം കെട്ടടങ്ങും മുന്നേ ഉണ്ടായ ഈ കൊലപാതകം ഹരിയാന സർക്കാരിനെയും BJPയെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കി. ഇതിന് കാരണങ്ങൾ നിരവധിയാണ്. കൊല നടത്തിയ തൗസീഫിനെതിരെ നികിതയുടെ കുടുംബം നേരത്തെ പരാതി നൽകിയിരുന്നു എന്നതാണ് അതിൽ പ്രധാനം. സ്ഥിരമായി നികിതയെ ശല്യപ്പെടുത്തിയിരുന്നുവെന്ന് കാട്ടിയായിരുന്നു പരാതി. എന്നാൽ പരാതിയെ വേണ്ടത്ര ഗൗരവത്തോടെയല്ല പോലീസ് കണ്ടതെന്ന ആക്ഷേപമാണ് നികിതയുടെ മരണത്തിന് ശേഷം ഉയരുന്നത്. सर हमने पहले आवाज़ उठाई थी, लड़की का पहले उसने दबाव डाला था। वो स्कूल में पहले 1 साल उसके साथ पढ़ा हुआ था, फिर उसने उस पर दबाव डाला शादी वादी का और उसका अपहरण करने का, तो वो उसने मना कर दिया। उसने उसका फिर अपहरण कर लिया था। 2018 में हमने FIR करी थी, उसने लड़की का अपहरण कर लिया था, उसको ले गया था। उसका उसने धर्म परिवर्तन का दबाव डाला, शादी करने का दबाव डाला, मुसलमान बनने का दबाव डाला। फिर हमने FIR करी तो उसको पकड़ के लाई थी पुलिस उसी दिन। നികിതയുടെ മരണത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ശക്തിയാർജിച്ചത് മന്ത്രി അനിൽ വിജിന്റെ പരാമർശത്തോടെയാണ്. 2.5 करोड़ लोगों को मैं हर आदमी को पर्सनल सुरक्षा नहीं देता. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പരാമർശമായി പോയി എന്നാണ് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിനും പ്രതിപക്ഷത്തിനും ഇതേക്കുറിച്ച് പറയാനുണ്ടായിരുന്നത്. और एक चीज बार बार साबित हो रही है कि महिला सुरक्षा को नरेंद्र मोदी जी ने 2014 के चुनाव में एक बहुत बड़ा मुद्दा बनाया था, पर इस सरकार के आने के बाद देश में महिला सुरक्षा का और बदहाल हुआ है. പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയില്ലെങ്കിലും മുൻകരുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചേനെന്ന ആക്ഷേപത്തിന് പക്ഷേ മറുപടിയില്ല. ₹1 എന്ത് കിട്ടും? മുട്ടായി പോലും കിട്ടില്ലെന്ന് പറയരുത്. വയറു നിറച്ച് ആഹാരം തരുന്ന ഒരു സ്ഥലമുണ്ട് ഡൽഹിയിൽ. വിഭവസമൃദ്ധമായ ഈ ആഹാരം കഴിക്കാൻ എത്ര രൂപ നൽകേണ്ടി വരുമെന്നാണ് നിങ്ങൾ കണക്കാക്കുന്നത്? നിങ്ങൾ എത്രയൊക്കെ തുക മനസ്സിൽ കരുതിയാലും അത്രയും വേണ്ടി വരില്ല എന്നുറപ്പ്. ₹1 വയറു നിറയെ ചോറും ചപ്പാത്തിയും കറിയുമെല്ലാം ഇവിടെ ലഭിക്കും. വടക്കേന്ത്യൻ രീതിയായ ഥാലിയായാണ് ഇവിടെ ഭക്ഷണം നൽകുന്നത്. अच्छा लग रहा है सर। 1 रुपये में कहाँ आजकल कुछ होता है सर। 1 रुपये में तो पानी भी नहीं मिलती बाजार में, 2 रुपये गिलास मिलता है। थाली में भरपेट मिलता है और ऐसा कुछ नहीं है। मैं 4 दिन से आ रहा हूँ लगातार, मतलब एक कोई ऐसा नहीं है कि एक दिन जो आइटम बनी कल वो ही बने। हलवा भी मिल जाता है, चावल छोले भी मिल जाते हैं, कई बार कढ़ी चावल भी मिल जाते हैं, कई बार उसके अलावा पुलाव भी, वेज पुलाव बिरयानी भी मिल जाती है, पुलाव भी मिल जाता है ना। बहुत अच्छा बढ़िया मिलता है, घी वाला वो पराठे मिलते हैं, पनीर है, छोले मटर चने और ये दाल वगैरह चावल राइस. ഡൽഹിയിലെ പ്രശസ്തമായ ഭക്ഷണശാലയാണ് ശ്യാം രസോയി. ലോക്ക്ഡൌൺ ആയതോടെയാണ് ആയിരക്കണക്കിന് വരുന്ന അതിഥി തൊഴിലാളികൾക്ക് ഭക്ഷണം ലഭ്യമാക്കാൻ വേണ്ടി ₹1 ഥാലി ആരംഭിച്ചത്. प्रतिदिनम 2000 പേർക്ക് ₹1 ഇന്നിവർ ഒരു നേരത്തെ ആഹാരം നൽകും. ₹1 में इसको शुरू कर दें तो आप ₹1 में दे रहे हैं. जैसे आप देख रहे हैं पनीर है, या छोले है, कड़ी है, ये सब लोगों का दान दिया हुआ है. 5-6 हलवाई हैं मैम और 25-30 जो है सेवा करने वाले सेवादार है जो फ्री में. പുരാണങ്ങളിലെയോ കഥകളെ പിൻപറ്റിയാണ് ഉത്ഭവിക്കാറ്. ജമ്മു കാശ്മീരിലെ മേലാപ്പാട്ടിന് പക്ഷേ ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറുടെ സന്ദർശനത്തെ തുടർന്നാണ് ആഘോഷം തുടങ്ങിയത്. दरबार की जय, बोलेगा जयकारा होए अलग सितारा, बोल सांचे दरबार की जय, दरबार की जय.
412 വർഷങ്ങൾക്ക് മുൻപ് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ ഭദർവ സന്ദർശിച്ചിരുന്നു. അന്ന് ഭദർവ ഭരിച്ചിരുന്ന രാജാ നാഗ്പാലുമായി അക്ബർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. മുഗൾ ചക്രവർത്തിയെ സ്വാഗതം ചെയ്യാൻ വൻ ആഘോഷ പരിപാടികളായിരുന്നു ഭദർവ രാജാവ് ഒരുക്കിയത്. ഈ ആഘോഷങ്ങൾ പിന്നീട് മുടങ്ങാതെ തുടർന്നു പോരുകയായിരുന്നു. ഇതാണ് മേലാപ്പാട്ട് എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നത്. അക്ബറിനെ സ്വാഗതം ചെയ്യാൻ കശ്മീരി പട്ടിന്റെ ശേഖരം രാജാ നാഗ്പാൽ ഒരുക്കിയിരുന്നു. ഇതിന്റെ ഓർമ്മയ്ക്കെന്നോണം മേലാപ്പാട്ട് ആഘോഷത്തിന്റെ ഭാഗമായി പട്ടിന്റെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഇന്നും തുടർന്നു പോരുന്നു. ഇതൊക്കെ മേലാപ്പാട്ട് ആഘോഷത്തിന്റെ ചെറുഭാഗങ്ങളാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന്റെ പ്രധാന ആകർഷണം പ്രാദേശിക നൃത്തരൂപമായ ധാക്കു ആണ്. 3 വേഗങ്ങളിലുള്ള ചുവടുകളാണ് ധാക്കുവിനുള്ളത്. പുരുഷന്മാരാണ് നൃത്തം അവതരിപ്പിക്കുന്നത്. ആദ്യ താളം അത്ര വേഗത്തിലുള്ളതല്ല. ഇത് ധാക്കു എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചുവട് കുറച്ചുകൂടി ദ്രുതഗതിയിലുള്ളതാണ്. ധോരു ധാക്കു എന്നാണ് ഇതറിയപ്പെടുന്നത്. അവസാന ഭാഗം നല്ല വേഗത്തിലാണ് അവതരിപ്പിക്കുന്നത്. ഇത് ലാസ്തി എന്നാണ് അറിയപ്പെടുന്നത്. ധോൽ, ഓടക്കുഴൽ, മണി, ചേങ്കിര പോലുള്ള ഉപകരണം, നർസിംഗ് എന്നറിയപ്പെടുന്ന പ്രാദേശികമായ മറ്റൊരു വാദ്യോപകരണം എന്നിവയാണ് ധാക്കു നൃത്തത്തിന് അകമ്പടിയായുള്ള സംഗീതം ഒരുക്കുന്നത്. ഹിമാചൽ പ്രദേശിലും കശ്മീരിലും നടക്കുന്ന കൂഡ് എന്ന പേരിലുള്ള ഉത്സവത്തിലും ഇന്ന് മേലാപ്പാട്ട് അവതരിപ്പിക്കാറുണ്ട്. കോവിഡ് വ്യാപനത്തിനിടയിലും ഏറെ മുൻകരുതലുകളോടെ മികച്ച രീതിയിലാണ് ഈ വർഷവും മേലാപ്പാട്ട് അരങ്ങേറിയത്. ലോക്ക്ഡൌൺ ഏറ്റവും കൂടുതൽ ബാധിച്ചത് കുട്ടികളെയും അവരുടെ വിദ്യാഭ്യാസത്തെയുമാണ്. പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത കുടുംബത്തിൽ നിന്നുള്ളവരെ. ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനാകാത്ത ഈ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു നൽകുകയാണ് ഡൽഹിയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ഡൽഹി പോലീസിലെ കോൺസ്റ്റബിളാണ് താൻസിംഗ്. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്കരികിലായി സായി ക്ഷേത്രം എന്നറിയപ്പെടുന്ന മതില് കെട്ടിയ ഒരു ചെറിയ സ്ഥലമുണ്ട്. ഇവിടെ വെച്ചാണ് താൻസിംഗ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. ലോക്ക്ഡൌണിന് മുൻപേ തന്നെ താൻസിംഗ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത കുട്ടികൾക്ക് ട്യൂഷൻ എന്ന രീതിയിൽ ക്ലാസ് എടുത്തു നൽകുമായിരുന്നു. കോവിഡ് വന്നതോടെ കുട്ടികളുടെ സുരക്ഷയെ കരുതി ക്ലാസ് എടുക്കുന്നത് നിർത്തിവെച്ചു. എന്നാൽ സ്കൂളുകൾ ഓൺലൈനായി ക്ലാസ് തുടങ്ങിയപ്പോൾ പലർക്കും ഇതിൽ പങ്കെടുക്കാനാകുന്നില്ല എന്ന് മനസ്സിലാക്കിയാണ് വീണ്ടും ക്ലാസ് തുടങ്ങിയത്. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ക്ലാസ്.
बात रही सुविधा की, सुविधा तो हम ही करा रहे हैं सब चीज़ की। हमारे कुछ सीनियर अफसर हैं जो कि मेरे साथ जुड़े हुए हैं, जो कि मेरे साथ देते हैं, सपोर्ट करते हैं। बाकी रही मैं इन चीज़ों की, मैं बच्चों के लिए सोचता हूँ कि कुछ ना कुछ बच्चों के लिए करूँ ताकि कहीं बुरी संगत में ना पड़ जाए। और हम जहाँ तक सोच रहे हैं कि इनके लिए कुछ अच्छा ही कर सकें हम। कुछ भी हो, हमने कोरोना काल के टाइम में भी कई लोग, ये झुग्गी वाले जितने भी थे बेचारे यहाँ गरीब स्लम वाले, सब यहाँ से चले गए थे। इनके लिए हमने पूरा सहयोग किया था इनको। अब ये वापस आने लगे हैं दोबारा यहीं पर ही। और मैं चाह रहा हूँ कि इन बच्चों को पढ़ा सकें, आराम से सुविधा दे सकें, जितना हो सकता है हम कोशिश करते हैं। കുട്ടികൾക്ക് വേണ്ട സാനിറ്റൈസറും മാസ്കും എല്ലാം താൻസിംഗ് ആണ് നൽകുന്നത്. പല ക്ലാസ്സുകളിലായുള്ള കുട്ടികൾക്കാണ് താൻസിംഗ് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ജോലിക്ക് ശേഷമുള്ള ഒഴിവു സമയങ്ങളിലാണ് അധ്യാപനം. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.